രാഷ്ട്രത്തിലുള്ള വ്യക്തി അതെൻ്റെ രാജ്യത്തിന് ആവശ്യമാണ്, എൻ്റെ നാടിന് ആവശ്യമാണ്, എൻ്റെ വീടിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അവരെ ബാധിക്കുന്ന വെറുതെ പറയണതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവിടുത്തെ മുസ്ലിങ്ങളെ ബാധിക്കും, അതൊന്നും വെറുതെ പറയണതാണ്. ഒരു രാഷ്ട്രീയക്കാരും അതിൽ ഇടപെടുത്തണ്ട. ഒരു രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ്. അയാൾ ഇവിടുത്തെ സർക്കാരിൻ്റെ മാതിരി അഴിമതി മാത്രം നടത്തുന്ന ആളല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വിവാദപരമായ പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഒരു കാരണവശാലും CAA നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും ഉത്തരേന്ത്യൻ മണ്ണിൽ എങ്ങനെയാണ് BJPയെ ഇത് ബാധിക്കുക? അവർക്കത് പ്രതികൂലമായിരിക്കുമോ അനുകൂലമായിരിക്കുമോ എന്നാണ് ജനങ്ങളോട് നമ്മളിന്ന് ചോദിച്ചറിയാൻ പോകുന്നത്. ഇപ്പോൾ CAA നടപ്പാക്കാൻ പോവാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ മണ്ണിൽ BJPക്ക് അത് പ്രതികൂലമാകുമോ അല്ലെങ്കിൽ അനുകൂലമായിരിക്കുമോ? പ്രതികൂലമായിരിക്കും. തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറവായിരിക്കും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം BJP ഭരിക്കാനുള്ള അവരെ ബാധിക്കുന്നുള്ളത് ഷുവറാണ്. അതെയല്ല. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. 80% പേരും അതിനനുകൂലിക്കും. ഇന്ത്യയിൽ താമസിക്കുന്ന ഓരോ പൗരൻ്റെയും അവകാശമാണ് അവൻ ആ രാജ്യത്ത് ഉള്ള വ്യക്തിയാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് CAA. അത് ഏത് രാഷ്ട്രത്തിൽ പോയാലും അത് ആ പൗരത്വത്തിൻ്റെ ബില്ല് പാസ്സാക്കിയെങ്കിൽ ആ രാജ്യം അവിടുത്തെ പൗരൻ അത് ഏറ്റെടുത്തിരിക്കണം. നമ്മളുടെ ഉദാഹരണം നമ്മുടെ ആധാർ കാർഡ് പോലത്തെ ഒരു കാർഡാണത്. അത് നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞ് വിദേശത്ത് താമസിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PRO കിട്ടിയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ ആ രാഷ്ട്രത്തിലെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിൽ അല്ലാത്ത വ്യക്തി അതിക്രമിച്ച് കടന്ന ഒരു വ്യക്തികളാണെങ്കിൽ, ഇപ്പം ഞാനായാൽ പോലും വേറെ രാജ്യത്ത് അതിക്രമിച്ച് കടന്ന വ്യക്തിയാണെങ്കിൽ ആ രാജ്യത്തെ അല്ലാത്ത ആൾ തന്നെയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. അത് ഏത് രാഷ്ട്രത്തിൽ താമസിക്കുന്ന വ്യക്തിയായാലും അത് നമ്മൾ വ്യക്തമായിട്ട് ഒരു തടസ്സം കൂടാണ്ട് ഓരോ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ പറയണത് അത് അംഗീകരിക്കണം തന്നെയാണ്. കാരണം വെച്ചാൽ അതിൽ ഒരു രാഷ്ട്രീയക്കാരും അതിൽ ഇടപെടുത്തണ്ട. അതൊരു രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണത്. ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണല്ലോ, തൃശ്ശൂർ ആർക്കായിരിക്കും കൂടുതൽ വിജയ സാധ്യത കാണുന്നത്? അത് ഇപ്പോൾ ചോദിക്കാനൊന്നുമില്ല. അത് സുരേഷ് ഗോപി തന്നെയാണ് ഇവിടെ 100% വിജയം കിട്ടുക. ഇപ്പോൾ അതുപോലെ തന്നെ CAA, അതായത് പൗരത്വ ഭേദഗതി നിയമബിൽ ഇപ്പോൾ പാസ്സാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് അത് അനുകൂലമായിരിക്കും പ്രതികൂലമായിരിക്കും? അനുകൂലമായിരിക്കും. അത് അവർക്ക് സാധ്യത എന്തായാലും അടുത്ത 5 കൊല്ലത്തേക്കും 100% ഉണ്ടാവും. കേരളത്തിനെ ബാധിക്കില്ല. അത് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവർ വെറുതെ പറയണതാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവിടുത്തെ മുസ്ലിങ്ങളെ ബാധിക്കും, അതൊന്നും വെറുതെ പറയണതാണ്. അതൊന്നുമില്ല. അതേ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കളും മറ്റുള്ളവരും ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു ഗുണപരമായ കാര്യമാണ് ഇത് ഇവിടുത്തെ പ്രധാനമന്ത്രി ചെയ്യുന്നത്. അത് നല്ല കാര്യമാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. BJPക്ക് അത് അനുകൂലമാണ്. വീണ്ടും 5 വർഷത്തേക്ക് വരും ഉറപ്പാണ്. കാരണം മോദി എന്ന വ്യക്തി നല്ലൊരു മനുഷ്യനാണ്. അയാൾ ഇവിടുത്തെ സർക്കാരിൻ്റെ മാതിരി അഴിമതി മാത്രം നടത്തുന്ന ആളല്ല. മോദിനെ കണ്ടു പഠിക്കണം ഇവിടെ സർക്കാർ. ഇവിടെ കൈയിട്ട് വരാനും കക്കാനും വേണ്ടി മാത്രം ഉള്ള രാഷ്ട്രീയക്കാരാണ് ഇവിടെ. ഏതൊന്നും കാര്യമില്ല. മോദിനെ കണ്ട് പഠിച്ചിട്ട് വരും. അതാണ് വേണ്ടത്. ഒരു രാഷ്ട്രത്തിലുള്ള വ്യക്തി അതെൻ്റെ രാജ്യത്തിന് ആവശ്യമാണ്, എൻ്റെ നാടിന് ആവശ്യമാണ്, എൻ്റെ വീടിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണല്ലോ. തെരഞ്ഞെടുപ്പ് ഒരു വിഷയമല്ലല്ലോ ഇത്. ഇപ്പോൾ നിങ്ങൾ പറയണ രാഷ്ട്രീയം പറയണമെങ്കിൽ ഞാൻ പറയാം. ഈ സെൻട്രൽ ഗവൺമെൻറ് അവർ പ്രഖ്യാപിച്ചുള്ള എല്ലാ കാര്യങ്ങളും 99.9% കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ആ രാജ്യത്തുള്ള ജനങ്ങളുടെ നന്മയാണ് ആ സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് ഈ ഗവൺമെൻറ് മാറിയാലും ആ നിയമം അവിടെ നിലനിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം ഉദാഹരണം ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ആ ആർട്ടിക്കിൾ മാറ്റിയത് അതും അവിടുത്തെ ജനങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ത്യയിൽ ഉദാഹരണത്തിന് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് എനിക്ക് അവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായിട്ട് പോയി കാണാൻ പറ്റിയെന്ന് വരെ പറഞ്ഞത്. അപ്പോൾ അവനാൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയരുത്. നമ്മളുടേതായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ആ കാര്യത്തിനെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു മറുപടി കൊടുക്കണം എന്നാണ് എൻ്റെ ഉത്തരം.